ഞാനൊരു വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് ഭയങ്കര കണ്ണൊക്കെ അടഞ്ഞു പോകുന്ന പോലൊരു ക്ഷീണം വന്നു. ഭയങ്കരമായിട്ട് എന്തോ മൈൻഡ് ഭയങ്കര ഡൗൺ ആവുന്ന, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഭയങ്കരമായിട്ട് വിയർക്കുന്ന എന്ന് പറയേണ്ട എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഹോസ്പിറ്റൽ വന്നിട്ടാണുള്ളത്. അവരെനിക്ക് ഡ്രിപ്പൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരും, കുത്ത് കിട്ടും. പിന്നെ ഒറ്റയ്ക്കാണ് കേട്ടോ. ഇങ്ങനെ ക്ഷീണം വരുമ്പോൾ ഒറ്റയ്ക്ക് വരും. കൂടെ വരാൻ ആളൊക്കെ ഉണ്ട്, പക്ഷെ എൻ്റെ കൂടെ വരാൻ സാഹചര്യം പറ്റില്ലാത്തതുകൊണ്ട് ആരുമില്ല. പിന്നെ വന്നു, ഇപ്പോൾ കുത്ത് കിട്ടും. നല്ല നേഴ്സാണ് കേട്ടോ ഇത്. ഭയങ്കര ലവ്ലിയാണ്, എന്നെ ഭയങ്കര ഇഷ്ടം. പിന്നെ എനിക്ക് ഇവിടെ വരുന്നതിന് ഒരു കുഴപ്പമില്ല. ഒറ്റയ്ക്ക് അവരെന്നെ ടേക്ക് കെയർ ചെയ്യും. എല്ലാവർക്കും എന്നെ അറിയുന്നതാണ്, അവർക്കറിയാം ഞാൻ ഒറ്റയ്ക്കായിരിക്കും. ഇന്നലെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തയ്യാറായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നേ. അപ്പോൾ ഉണ്ട് ഭയങ്കര ക്ഷീണം, ഭയങ്കര ഉറങ്ങി ഇങ്ങനെ വീണു പോവാം. എന്നാൽ പിന്നെ ഇച്ചിരി ഒന്ന് കിടന്നേക്കാന്ന് വെച്ചിട്ട് പോയി കിടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എണീക്കാനേ പറ്റില്ല. ഭയങ്കര ക്ഷീണം, എന്താ പ്രശ്നമൊന്നും മനസ്സിലാകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞില്ല, ഒരു 5 ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ പോയപ്പം 414 ഷുഗർ, നല്ല ഹൈ ആയിരുന്നു. അപ്പോൾ ടാബ്ലറ്റ് കറക്റ്റായിട്ടൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്നിട്ട് എന്തൊക്കെ എനിക്ക് ബേബീസിന് പുഡിങ് ആക്കിയപ്പോൾ എനിക്ക് തിന്നാൻ ഭയങ്കര കൊതി. ഇച്ചിരി ടേസ്റ്റെങ്കിലും നോക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഇച്ചിരി ഒരു സ്കൂപ്പ് എടുത്ത് കഴിച്ചു. അപ്പോൾ ഷുഗർ കൂടിയാലോ എന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് ഞാൻ ഒരു ടാബ്ലറ്റ് കൂടി കഴിച്ചു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വലിയ പൊട്ടത്തെറ്റ് ഞാൻ ചെയ്തു. അങ്ങനെ ഷുഗർ ഡൗൺ ആയിപ്പോയി, ഭയങ്കര ഡൗൺ ആയിപ്പോയി. സ്വെറ്റായി, എണീക്കാൻ വയ്യ, ദാഹം, എല്ലാവരും ഡബിളായിട്ടൊക്കെ കാണാൻ തുടങ്ങി. ഭയങ്കര ഇത്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഡ്രിപ്പൊക്കെ ഇട്ട് കുറച്ച് റെഡിയായി ഒക്കെ കഴിഞ്ഞിട്ട് രാത്രി ഡിസ്ചാർജായിട്ട് വന്ന്. അപ്പോൾ ഇത് പറയാൻ കാരണം, ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ, ഷുഗർ പേഷ്യൻസൊക്കെ ആണ് നിങ്ങളെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഭയങ്കര ഒടുക്കത്തെ ഒരു വൃത്തികെട്ട രോഗം, ഇതേപോലെ ഒരു വൃത്തികെട്ട രോഗം ഉണ്ടാവില്ല. എന്താ പറയുക, നമ്മളിങ്ങനെ നമ്മളറിയാണ്ട് നമ്മളിങ്ങനെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാൻസർ എന്ന് തന്നെ പറയാം അല്ലേ. എന്താ ഒരു ഇച്ചിരി കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കിഡ്നി അടക്കം എല്ലാം അടിച്ചു പോകും അല്ലേ. ഡയാലിസിസ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ കറക്റ്റായിട്ട് ഒരു ടൈം വെച്ചിട്ട് ഭക്ഷണം കഴിക്കുകയും കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്യുകയും കറക്റ്റായിട്ട് നിങ്ങൾ എക്സസൈസൊക്കെ റെഗുലറായിട്ട് ചെയ്ത് ഹെൽത്തി ആയിട്ടിരിക്കാൻ നോക്കുക. എന്നെപ്പോലെ ആവരുത്. എനിക്ക് കുഞ്ഞിലേ ഉള്ളത് കൊണ്ട് എനിക്ക് കൊതിയാ, മധുരമൊക്കെ കാണുമ്പോൾ കൺട്രോൾ പോകും, എന്ത് ചെയ്യാനാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോക്ലേറ്റ് തന്നെ പറയും. കാരണം അങ്ങനെയാണ്, ഡയബറ്റിക് ആയതുകൊണ്ടായിരിക്കണം. അതിനോട് ഭയങ്കര ക്രേവ് ഉണ്ടാവും നമുക്ക്. ഈ ഡയബറ്റിക് കൂടുമ്പോൾ, ഒരു ഷുഗർ ലെവൽ കൂടി എന്നുള്ളതിൻ്റെ സൈൻ എന്താ വെച്ചിട്ട് നന്നായിട്ട് ദാഹിക്കുകയും ചെയ്യും, മധുരം തിന്നാൻ ഭയങ്കര ക്രേവിങ് ആയിരിക്കും. നിങ്ങൾക്ക് ഈ നമ്മുടെ ഈ തീന മിഠായി, അതുപോലെ കടല മിഠായിയൊക്കെ ഇങ്ങനെ പറഞ്ഞ് കാണുമ്പോണ്ടല്ലോ കൺട്രോളോ, സത്യം പറയാം കൺട്രോളോ, അങ്ങനെ ഒരു ക്രേവിങ് ഉണ്ടാവും. കറക്റ്റായിട്ട് നമ്മളെ ഷുഗർ ലെവൽ കറക്റ്റാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ക്രേവിങ് ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ നമുക്ക് ഏറ്റവും നന്നായിട്ട് വിശപ്പ് വന്നുകൊണ്ടിരിക്കും, ഇടയ്ക്കിടയ്ക്ക് വിശന്നുകൊണ്ടിരിക്കും. ഏറ്റവും ബെസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ കക്കിരിയാണ്. ഷുഗർ ലെവൽ കൂടില്ല, വേണ്ടത്ര വെള്ളം നമ്മൾ ശരീരത്തിൽ കിട്ടും, ഷുഗർ ലെവൽ ബാലൻസ് ആക്കാൻ പറ്റുള്ളൂ. ഏറ്റവും ബെസ്റ്റ് ഫുഡ് കക്കിരിയാണ്. എത്രയെന്ന് വെച്ചിട്ടാണ് തിന്നാലേ. ഈ കക്കരിക്ക് പകരം തണ്ണിമത്തനായാലോ എന്ന് ഈ ചൂടത്ത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ കാര്യമില്ല, ഷുഗർ ലെവൽ കൂടും. എന്നാലും ഞാൻ ഇതൊക്കെ തിന്നും. ഓക്കെ, ശ്രദ്ധിച്ചോളൂ കേട്ടോ.